ആവേശ് ഖാനും അശ്വിനും കൂടിയാണ് RCB ടീമിന്റെ നടുവൊടിച്ചത്. രണ്ടുപേരും മികച്ച ബൗളിംഗ് ആണെന്ന് കാഴ്ചവെച്ചത്. ആവേശ് 3 വിക്കറ്റും അശ്വിൻ 2 വിക്കറ്റും എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ കളിയിലെ മാൻ ഓഫ് ദി മാച്ച് ആയത് അശ്വിനായിരുന്നു. ശേഷം താരം പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. RCB അങ്ങനെ നാണം കെട്ടിരിക്കുകയാണ്. 172 റൺസ് മാത്രമേ RCB എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ചെറിയ സ്കോറിൽ RCB ഒതുക്കിയത് അശ്വിന്റെ മികച്ച ബൗളിംഗ് ആണ്. ഇന്ന് മാൻ ഓഫ് ദി മാച്ച് വാങ്ങി അശ്വിൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നത്തെ മാച്ച് ഞങ്ങളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. എന്ത് വില കൊടുത്തും ഞങ്ങൾക്ക് ഇന്ന് ജയിക്കണമായിരുന്നു. അതുകൊണ്ട് സഞ്ജു ഞങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ടാണ് ഇന്ന് തന്നത്. സഞ്ജു എല്ലാ താരങ്ങളോടും ഒറ്റയ്ക്ക് വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു. കഴിഞ്ഞ 4 മാച്ച് ഞങ്ങൾ തോറ്റിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. എന്നാൽ സഞ്ജു എല്ലാ താരങ്ങൾക്കും നല്ല കോൺഫിഡൻസ് നൽകി. സഞ്ജു എന്നോട് നിന്റെ ഇഷ്ടത്തിന് ബൗൾ ചെയ്യാനാണ് ആവശ്യപ്പെട്ടത്. നിന്റെ കഴിവ് നിനക്കറിയാം. അതിന്ന് നീ പുറത്തെടുക്കേണ്ട സമയം ആവശ്യമാണ്. സഞ്ജുവിന്റെ ആ വാക്കുകളാണ് എനിക്ക് പ്രചോദനമായത്. ഞാൻ ഒരുപാട് ക്യാപ്റ്റന്മാരെ കണ്ടിട്ടുണ്ട്, പക്ഷേ സഞ്ജുവിനെ പോലെ ഇത്തരം തന്ത്രങ്ങളുള്ള ഒരു ക്യാപ്റ്റനെ കണ്ടിട്ടില്ല. സഞ്ജുവിന് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രാജസ്ഥാൻ പ്ലേ ഓഫ് വരെ എത്തിയിരിക്കുന്നത്. ഇന്നത്തെ മാച്ച് ജയിക്കാൻ കാരണവും സഞ്ജു തന്നെയാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ RCB ഇന്ന് 200+ റൺസ് നേടിയേനെ. സഞ്ജു ബൗളേഴ്സിന് പറഞ്ഞു കൊടുത്ത തന്ത്രങ്ങളാണ് അവരെ ചെറിയ സ്കോറിൽ ഒതുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത്. കളി ജയിച്ചതിൽ സന്തോഷമുണ്ടെന്നും വരുന്ന മത്സരത്തിൽ ഇതേ കളി ആവർത്തിക്കുമെന്ന് അശ്വിൻ വ്യക്തമാക്കി. രാജസ്ഥാൻ ആരാധകർ ആവേശത്തിലാണ്. RCBയെ പോലെ ഒരു ടീമിനെയാണ് രാജസ്ഥാൻ തോൽപ്പിച്ചിരിക്കുന്നത്. രാജസ്ഥാൻ ഇപ്രാവശ്യം 2 കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. ഉറപ്പായിട്ട് രാജസ്ഥാൻ കപ്പ് നേടും. RCB ആരാധകർ നിരാശയിലാണ്. ഒരുപാട് സന്തോഷമായിരുന്നു RCB ആരാധകർക്ക് കഴിഞ്ഞ മത്സരത്തിൽ ജയിച്ചപ്പോൾ. CSK തോൽപ്പിച്ചാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ രാജസ്ഥാന് മുന്നിൽ അവർക്ക് മുട്ടുമടക്കേണ്ടി വന്നു. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.